തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതിനിടെ ABC സെന്ററുകളുടെ എണ്ണക്കുറവ് അത് വലിയ പ്രതിസന്ധിയാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ബാലുശ്ശേരിയിലെ ABC സെന്ററിൽ ദിവസേന 10ഓളം നായകളെ മാത്രമാണ് വന്ധ്യംകരിക്കുന്നത്. ഇത് ക്രമാതീത വംശവർദ്ധനവിന് ഇടയാക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം വന്ധ്യംകരിച്ച നായകളെ പ്രസ്തുത സ്ഥലത്ത് തിരികെ വിടുന്നില്ലെന്ന ആരോപണങ്ങളെ ഇവർ പൂർണ്ണമായും തള്ളുന്നുണ്ട്. ബാലുശ്ശേരി ABC സെന്ററിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. റോഷ്നി, ഈ നായകളുടെ വന്ധ്യകരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ABC സെന്ററുകളെ കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ബാലുശ്ശേരിയിലെ ABC സെന്ററിലാണ്. വളരെ ഹൈജീനിക് ആയുള്ളൊരു പരിസരം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് വേണം പറയാൻ. കാരണം പല ആരോപണങ്ങൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അത്തരത്തിൽ പറയുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻ തിയേറ്റർ, അതായത് സർജറി നടക്കുന്ന സ്ഥലമാണ്. സാധാരണഗതിയിൽ 10 നായകളെയാണ് ഇവിടെ ഇത്തരത്തിൽ ദിവസേന വന്ധ്യകരിക്കുന്നത്. 5 ആണിനെയും 5 പെണ്ണിനെയുമാണ് നടത്താറ്. പക്ഷേ പലപ്പോഴും അതിൽ കൂടുതൽ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഇവിടേക്ക് വന്ധ്യംകരിക്കുന്നതിന് ഒപ്പം എത്തുമ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ ഈ നായകൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഷബാധയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഒരു സ്ഥലത്ത് നിന്ന് പിടികൂടുന്ന നായകളെ ഇങ്ങനെ ഒരു ബ്ലോക്കിൽ ആണ് താമസിപ്പിക്കുന്നത്. ഇവിടെ നിന്നാണ് വന്ധ്യംകരിച്ചതിന് ശേഷമാണ് ഇവിടെ ഈ ബ്ലോക്കിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ, അതായത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം, ഏത് സ്ഥലത്തു നിന്നാണ് നായ പിടികൂടിയിരിക്കുന്നത്, അതോടൊപ്പം തന്നെ ആ നായകളുടെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് വളരെ കൃത്യമായി തന്നെ എഴുതി വെച്ചതിന് ശേഷം മാത്രമാണ് ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതായത് ഇവരെ സംബന്ധിച്ച് പ്രധാനമായും ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ വന്ധ്യംകരിച്ചതിന് ശേഷം നായകളെ യഥാസ്ഥാനത്ത് കൊണ്ടുവിടുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് പ്രധാനമായും ABC സെൻ്ററുകൾക്ക് എതിരെ ഉയരുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ നായകളെ പിടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവിട്ടിട്ടില്ലെങ്കിൽ അത് കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർ അൻവർ സാദത്ത് അല്ലേ ഈ പ്രധാനമായും ഉയർന്ന ആരോപണം ഇത് തന്നെയാണ്. കാരണം ഇവിടെ പരിസര പ്രദേശങ്ങൾ തന്നെ വിടുന്നു എന്നുള്ളത്. എന്താണ് അതിനെക്കുറിച്ച് പറയാം? ഇല്ല, ആദ്യം അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ കാലമായിട്ട് അതിൻ്റെ പുറകെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പോവുകയും ഈ ആനിമൽസിനെ നമ്മൾ റിലീസ് ചെയ്യുന്ന ഈ വണ്ടീൻ്റെ GPS അടക്കമുള്ള സംവിധാനങ്ങൾ കുറേ ബാക്കപ്പിൽ നമ്മൾ പോയിട്ട് അത് പോകുന്നുണ്ട്, അത് പിടിച്ച സ്ഥലത്ത് കൊണ്ട് വിടുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്തുന്ന ആ രീതിയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ? ഒരു 3-4 ABC കൂടി നമ്മുടെ ജില്ലയിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ടാർഗറ്റ് കുറച്ചും കൂടി ABC എന്നുള്ള ആ ഒരു പ്രോഗ്രാം നമുക്ക് ഒന്നും കൂടി ഫാസ്റ്റ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു നായയെ വന്ധ്യംകരിക്കണമെങ്കിൽ ഏതാണ്ട് 2100-2250 രൂപയോളം ചെലവ് വരുന്നു എന്നുള്ളത് വലിയൊരു സാമ്പത്തിക ബാധ്യത സർക്കാർ ഉണ്ടാക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.